നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഭാരതത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹി രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ ഹൈദരാബാദ് ഹൗസിൽ അല്പസമയത്തിനകം തന്നെ ഉഭയകക്ഷി ചർച്ച ആരംഭിക്കും. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ അല്പസമയം മുൻപ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപിതാവിൻ്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കാഴ്ചകൾ കണ്ടിരുന്നു. ഹൈദരാബാദ് ഹൗസിലേക്ക് ഇരു നേതാക്കളും ഇപ്പോൾ എത്തിയോ? മറ്റു വിശദാംശങ്ങൾ പറയൂ. ഹൈദരാബാദ് ഹൗസിലേക്ക് ഇരു നേതാക്കളും ഇപ്പോൾ എത്തിയോ? വിശദാംശങ്ങൾ പറയും. ഗൗതം, ഹൈദരാബാദ് ഹൗസിലേക്ക് വ്ളാദിമിർ പുടിൻ എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാദിമിർ പുടിനെ ഹൈദരാബാദ് ഹൗസിൽ സ്വീകരിച്ചു. ഇനി അല്പസമയത്തിനകം ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും. 23ാമത് ഈ ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് ഹൈദരാബാദ് ഹൗസിൽ നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്ഘട്ടിൽ നിന്നും പുടിൻ തിരിച്ചു വന്ന വരുന്ന സമയമത്രയും ഹൈദരാബാദ് ഹൗസിൽ അദ്ദേഹത്തെ കാത്തുനിന്നു. അദ്ദേഹത്തിന് സ്വീകരിച്ച് ഇപ്പോൾ അകത്തേക്ക് ഈ ഉച്ചകോടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് പ്രതിരോധ മേഖലയിലെയും അതോടൊപ്പം വ്യാപാര മേഖലയിലെയും ഊർജ്ജ മേഖലയിലെയും ഒക്കെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് കരാറുകൾ സംബന്ധിച്ച ചർച്ചയാണ്. S-400 കൂടുതലായി വാങ്ങാൻ ഇന്ത്യ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഊർജ്ജ മേഖലയിൽ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചും റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണത്തിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ചുവടുവയ്പ്പുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വ്യാപാര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ റഷ്യയുടെ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. രാജ്നാഥ് സിംഗ് അവിടുത്തെ ഡിഫൻസ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം ഈ കൂടിക്കാഴ്ചയിൽ പങ്കാളികളാകുന്നു. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതും ഇന്ത്യ സ്നേഹോഷ്മള സ്വീകരണം പുടിന് നൽകുന്നതും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും പുടിൻ്റെ ഈ സന്ദർശനം വളരെ സാഹൂതം അവർ വീക്ഷിക്കുകയാണ്. കാരണം അമേരിക്ക അസിം മുനീറിനെ മുൻനിർത്തി പാകിസ്ഥാന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെയും അടുത്ത സുഹൃത്ത് റഷ്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് അമേരിക്ക പാകിസ്ഥാൻ ചേരിക്ക് ഇന്ത്യ നൽകുന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ്. എന്തായാലും ഇനി ഉരുത്തിരിയാൻ പോകുന്ന വ്യാപാര കരാറുകൾ, പ്രതിരോധ കരാറുകൾ, ഊർജ്ജ മേഖലയിലെ സഹകരണം എന്നിവയെല്ലാം ലോകം ചർച്ച ചെയ്യാൻ പോകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അല്പസമയത്തിനകം ഉഭയകക്ഷി ചർച്ച ആരംഭിക്കാൻ പോകുകയാണ്. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിലേക്ക് ഇരു നേതാക്കളും എത്തുന്നു. നേരത്തെ രാഷ്ട്രപതി ഭവനിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം റഷ്യൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി മണ്ഡപത്തിൽ വ്ളാഡിമിർ പുടിൻ എത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയത്. ഇനിയാണ് ഹൈദരാബാദ് ഹൗസിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ച ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്നത്. അതിനുശേഷം സംയുക്ത പ്രസ്താവനയും ഉണ്ടാകും.